12 അപ്പസ്തോലന്മാരെ ഈശോ മിശിഹ തിരഞ്ഞെടുത്ത് ഒരു പരിശുദ്ധാത്മാവിനെ നിറച്ച് അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഈശോ അയച്ചു. അങ്ങനെ നമ്മുടെ രാജ്യത്തേക്കും മാർ തോമസിലേക്ക് വന്നതുപോലെ വേറെ ഒരു വിജാതീയ രാജ്യത്തേക്ക് ഒരു അപ്പസ്തോലൻ ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ അപ്പസ്തോലൻ അവിടെ ചെന്നു. അന്ന് പരിശുദ്ധമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിട്ടില്ല. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ ദേശത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷ പ്രഘോഷണമെല്ലാം പാഴായിത്തീരുന്നതായിട്ട് അപ്പസ്തോലന് മനസ്സിലായി. അതുകൊണ്ട് ഒരു നദിയുടെ തീരത്ത്, ഒരു കടലിൻ്റെ തീരത്ത് മുട്ടുകുത്തി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ AD 40 പരിശുദ്ധമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ നിന്നും ദൂതന്മാരുടെ ഗണത്തോടുകൂടി ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ദേശം ദൈവമായ കർത്താവ് ഏറ്റെടുക്കുകയാണ്. സുവിശേഷ പ്രഘോഷണം ശക്തി പ്രാപിക്കും, അനേകർ വിശ്വാസം സ്വീകരിക്കും, അനേകർ ജ്ഞാനസ്ഥാനം സ്വീകരിക്കും, ഇവിടെ ഒരു ബസിലിക്ക ഉയർത്തപ്പെടും, ഈ ദേശം ദൈവത്തിൻ്റേതായിട്ട് മാറും. അങ്ങനെ ആ അപ്പസ്തോലൻ്റെ സുവിശേഷ പ്രഘോഷണം വഴി അനേകം മക്കൾ മാനസാന്തരപ്പെട്ടു. ആ ദേശം ക്രൈസ്തവ രാജ്യമായിട്ട് മാറി. പിന്നീട് അവർ അധ്വാനിക്കാനും അവർ പ്രവർത്തിക്കാനും തുടങ്ങിയപ്പോൾ കർത്താവ് ഒരു സമ്പത്തും മക്കളെയും വയലുകളെയും മൃഗങ്ങളെയും എല്ലാവിധ സമ്പത്തും നൽകി അനുഗ്രഹിച്ചപ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി. വിജാതി ദേവന്മാർ കടന്നു വരാൻ തുടങ്ങി. അവിടെ മക്കൾ വിശുദ്ധിയിൽ നിന്നും അശുദ്ധിയിലേക്ക് പോകാൻ തുടങ്ങി. ആർത്തി പൂണ്ട് മക്കൾ ഭക്ഷണത്തിനും ഭക്ഷണപദാർത്ഥങ്ങൾക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ ആ ദേശത്ത് മക്കൾ കുടുംബത്തിൽ അറ്റുപോയി തുടങ്ങി. പഴയ നിയമത്തിൽ 2-ാമത്തെ ലേഖനത്തിൽ നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിച്ചു, ഭവനം പണിയും, താമസിക്കാൻ മക്കളുണ്ടാവില്ല, വയലുകളുണ്ടാവും, ആ വയലുകളിൽ നിന്നും കിട്ടില്ല, അല്ലെങ്കിൽ മേച്ചിൽപ്പുറങ്ങളുണ്ടാവും, മേച്ചിൽപ്പുറത്ത് ആടുകളുണ്ടാകില്ല. അങ്ങനെ ആ ദേശത്ത് ദാരിദ്ര്യത്തിലേക്ക് പോയി മക്കൾ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ പിള്ളേർ ബെഡിലില്ല, അല്ലെങ്കിൽ വീട്ടില്ല. അങ്ങനെ വന്നപ്പോൾ അവർ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദേശത്തേക്ക് ആ അപ്പസ്തോലൻ വെളുത്ത കുതിരയുടെ പുറത്ത് വന്ന് ആ ദേശത്തുണ്ടായ ഒരു തിന്മ, ആ തിന്മയെ ഇല്ലാതാക്കി അല്ലെങ്കിൽ ബന്ധിച്ച് നിർവീര്യമാക്കി ആ ദേശത്തെ വീണ്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ആ വിശുദ്ധനാണ്, ആ അപ്പസ്തോലനാണ് വലിയ യാക്കോബ്. ജിന്നുകളെ ബന്ധിച്ച് നിർവീര്യമാക്കിയ ഒരു വിശുദ്ധനാണ്, അല്ലെങ്കിൽ അപ്പസ്തോല ഗണത്തിലെ ഒരു അപ്പസ്തോലനാണ് വലിയ യാക്കോബ്. സ്പെയിനിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ്, സ്പെയിനിൻ്റെ അപ്പസ്തോലനാണ് വലിയ യാക്കോബ്. അല്ലെങ്കിൽ സ്നേഹമുള്ളവരെ, ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ സ്പെയിനിൽ ഈശോ ഇടപെട്ടു. കുട്ടികൾ വളർന്നു വന്നു, കുടുംബാംഗങ്ങൾ വളർന്നു വന്നു, സമ്പത്ത് വർദ്ധിച്ചു, അവർക്ക് ആരോഗ്യമുണ്ടായി, രോഗങ്ങളുണ്ടായില്ല, വിഭവങ്ങളുണ്ടായി. അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, കിട്ടിക്കഴിഞ്ഞ് സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ദൈവത്തെ ധിക്കരിച്ചു, ദൈവത്തെ അവർ ഉപേക്ഷിച്ചു, ദൈവത്തെ അവർ പുറന്തള്ളി. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത്, അജ്ഞത മൂലം എൻ്റെ ജനം ഇതാ അടിമത്തത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. അജ്ഞത മൂലം എൻ്റെ ജനം അടിമത്തത്തിലേക്ക് പോകുന്നു. തുടർന്ന് വരുന്ന വാക്യങ്ങൾ പറയാം, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ തിരിച്ചറിയുവാനായിട്ട് എൻ്റെ ജനത്തിന് സാധിച്ചില്ല. ഹല്ലേലൂയ. ആർക്കാണ്? ഇസ്രായേൽ ജനത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവരെ തിന്മയ്ക്ക് വിട്ടുകൊടുക്കുന്നു. അതിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായത്തിൽ 6-7 തിരുവചനത്തിൽ പറയാണ്, ഞാൻ അവരുടെ വേലി പൊളിച്ച് മതിൽ പൊളിച്ച് ഞാനിതാ നാശത്തിലേക്ക് വിട്ടുകൊടുക്കുന്നു. ഹല്ലേലൂയ. വചനമല്ലേ? ഞാൻ അതിനെ ശൂന്യമാക്കും, അതിനെ വെട്ടിയൊരുക്കുകയോ അതിന്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. സൈന്യങ്ങളുടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഭവനമാണ്, യൂദ ജനമാണ്. ഇസ്രായേൽ ഭവനം എന്ന് പറയുന്നത്, ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് പുതിയ ഇസ്രായേലായ തിരുസഭയാണ്.
ഹല്ലേലൂയ. തിരുസഭയാണ് പുതിയ ഇസ്രായേൽ. അപ്പോൾ ഈ തിരുസഭയുടെ കാര്യം കർത്താവ് പറയാണ്, ഞാൻ അവരെ പോറ്റി വളർത്തി, പറ്റി വളർത്തി, ഞാൻ എൻ്റെ ശരീരവും രക്തവും അവർക്ക് നൽകി. ഇന്ന് അവർക്ക് ശരീരം വേണ്ട, രക്തം വേണ്ട, അവർക്ക് എന്നെ വേണ്ട, എൻ്റെ നാമം വേണ്ട, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട. അവർക്ക് വേണ്ടതെന്നാൽ ലോക സുഖങ്ങളാണ്. നിങ്ങൾ ജോലി ഇല്ലാത്തതാണോ, സമ്പത്ത് കിട്ടാത്തതാണോ, അല്ലെങ്കിൽ ഭവനമില്ലാത്തതാണോ, അല്ലെങ്കിൽ സ്ഥലമില്ലാത്തതാണോ, വസ്ത്രമില്ലാത്തതാണോ, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളില്ലാത്തതാണോ? ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യൻ്റെ ആദ്യം ഏതാണെന്ന് വെച്ചാൽ പേടി ഏതാണെന്ന് വെച്ച കാര്യമുള്ളൂ. നേരം വെളുത്താൽ എഴുന്നേറ്റ് നോക്കുന്നത് മക്കൾ കട്ടലിലുണ്ടോയെന്നാണ്. എത്രയോ കുടുംബങ്ങളിൽ നേരം വെളുക്കും മക്കളില്ലാത്ത കുടുംബങ്ങളുണ്ടെന്ന് അറിയുമോ? ചില കുടുംബങ്ങളിൽ ഇതാണ്, ഫ്രണ്ട്സിനെ കയറ്റി വീട്ടിൽ കിടത്ത് ഉറങ്ങുന്നു. കാരണം പറഞ്ഞ് കണ്ണ് അവർ തള്ളിപ്പോയി. കാരണം എന്താ, മകൾ കിടന്ന് ഉറങ്ങുന്ന ബെഡിൽ വേറൊരു പയ്യൻ കയറി കിടക്കുന്നു. ചോദിച്ചാൽ പറയാം ഇവൻ്റെ ഫ്രണ്ടാ. കുടുംബ ബന്ധങ്ങൾ തകർന്നു പറയുക. അതാണ് ഞാൻ പറഞ്ഞത്, സ്പെയിനിൽ ഒരു കാലഘട്ടത്തിൽ ഈ മക്കൾ എന്താ പറയുക, സമ്പത്ത് വളർന്നു, അവരെ പരിപാലിക്കാനും നയിക്കാനും അവരാവശ്യപ്പെട്ട വസ്തുക്കൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു, അവർ ദൈവത്തെ ധിക്കരിച്ചു. ഹല്ലേലൂയ. അവരുടെ മക്കളിൽ അവർക്ക് സമ്പത്ത് പിന്നെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അവർക്ക് കണ്ണീന്ന് കണ്ണുനീര് ഒഴുകിയത്, അല്ലെങ്കിൽ നിലവിളി ഒഴുകിയത്, ഉയർന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മക്കൾ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ വിശുദ്ധൻ്റെ ഫോട്ടോ ആണ് ജിന്നിനെ ബന്ധിക്കുന്ന കുരിശ. ജിന്നെന്ന് പറയുന്നത് ഒരു ജിന്ന് 12,000 ഒരു അശുദ്ധാത്മാവാണ്, ഒരു തിന്മയുടെ ശക്തിയാണ്. ഹല്ലേലൂയ. ആ ജനം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവർ കാണുന്നൊരു കാര്യം ഇതാണ്, കുതിരയുടെ പുറത്ത്, വെള്ള കുതിരയുടെ പുറത്ത് എഴുന്നള്ളി വന്ന് ഒരു കയ്യിൽ വാളും മറു കയ്യിൽ ഈ കുരിശും പിടിച്ചുകൊണ്ട്, നമുക്കറിയാം ചുമന്ന തുണിയാവുമ്പോൾ അതെന്താ, ഈശോമിശിയുടെ രക്തസാക്ഷിത്വത്തെ ചൂണ്ടുന്നു. ഹല്ലേലൂയ. ഈ വയസ്സിൻ്റെ തിരുനാളിന് നമ്മൾ ഉയർത്തുന്ന കൊടി എന്താണെന്ന് വെച്ചാൽ വെള്ളക്കൊടിയാണോ? അല്ലല്ലോ, ചുമന്ന കൊടിയാണ്. ആ കൊടിയിൽ കുരിശ് വെച്ചിട്ട് വരെയാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്ന ആരാണെന്ന് വെച്ചാൽ അതാണ് ജിന്ന്. അതായത് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് 1 പത്രോസ് 5-ാം അധ്യായം 7 തൊട്ട് പറയാ, യുവാക്കന്മാരെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. എന്തെന്നാൽ നമ്മുടെ ശത്രു. അപ്പോൾ നമ്മൾ ആരുടെ കൂടെയാ? കർത്താവിൻ്റെ കൂടെയാണോ പിശാചിൻ്റെ കൂടെയാണോ? ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ നമ്മുടെ ശത്രു എന്ന് പറയില്ല, കാരണം കർത്താവ് തോൽപ്പിച്ചിരിക്കുക. നിങ്ങളുടെ ശത്രു അല്ലേ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കാണ്. നിയമാവർത്തനം 38:18 പറയാ, ആ ദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ നിവാസികളുമായി നീ ബന്ധം സ്ഥാപിക്കരുത്. അതിനൊരു വചനം ഇല്ലെന്നേക്ക്, ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. ആ ദേശത്തെ നിവാസികളുമായി നീ ഉടമ്പടി ചെയ്യരുത്. ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും, അത് കെണിയാ. ആർക്കാ? ക്രിസ്ത്യാനിക്ക്. ആ ദേശത്തെ നിവാസികളുമായി നീ ഉടമ്പടി ചെയ്താൽ ആ ദേശത്തെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടവരുത്തുകയും ചെയ്തേക്കാം. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം. ഇതല്ലേ സംഭവിക്കുന്നത്? ആണോ? ഇതാണോ സംഭവിക്കുന്നത്? കാരണം ആണോ? ഇത്രേ ഉള്ളൂ. ആ ദേശത്തിൻ്റെ ഒരു ആധിപത്യ ശക്തിയുമായിട്ട് നീ ഉടമ്പടി എടുക്കരുത്. എടുത്താൽ നിങ്ങളുടെ മക്കളുടെ മക്കൾ തലമുറ 3 തലമുറ കഴിയുമ്പോൾ കുടുംബത്തിൽ തീരും. ഇത്രയോ കുടുംബങ്ങൾ കണ്ണുനീരൊഴിക്കേണ്ട മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് അറിയുമോ? അല്ലേ? ഈ പുസ്തകത്തിൽ പ്രകാരം പറയാണ്, എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ വിജയ പതാക ഇടതു കൈയിലും ഇടിമിന്നൽ പോലെ മിന്നിത്തിളങ്ങുന്ന വാൾ വലതു കൈയിലുമേന്തി വെള്ളക്കുതിരയുടെ പുറത്ത് സ്വർഗീയ സൈന്യങ്ങളുമായി വന്ന് ശത്രുക്കളെ വധിച്ചു, യുദ്ധത്തിൽ സ്പെയിൻ രക്ഷിച്ചു. ഈ വിശുദ്ധനാ. ഒരച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കണം അച്ഛാ, യുവതിവാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കുട്ടികളുടെ വിശുദ്ധീകരണം കണ്ണടയ്ക്കുക. യുവാവേ, നിൻ്റെ കൃപ നീ നഷ്ടപ്പെടുത്തരുത്. യുവതി, നിൻ്റെ കൃപ നീ നഷ്ടപ്പെടുത്തരുത്. പിശാച് അലർന്ന സിംഹത്തെ പോലെ
ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് അവൻ ചിതറി നടക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുകളടച്ച് വിളിക്കട്ടെ, കൈകൾ എടുത്തട്ടെ, കണ്ണുകൾ അടയ്ക്കട്ടെ, എല്ലാവരും കരങ്ങൾ എടുത്തട്ടെ, അവൻ്റെ നാമത്തെ വിളിക്കട്ടെ, സ്വരമെടുത്ത് വിളിക്കട്ടെ, സ്വരം ഉയർത്തട്ടെ. പോരാ 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 പോരാ, കർത്താവിൻ്റെ നാമത്തെ കരങ്ങളെടുത്ത് എല്ലാവരും കരങ്ങളെടുത്തട്ടെ, എല്ലാവരും കരങ്ങളെടുത്തട്ടെ, കണ്ണടയ്ക്കട്ടെ.